ചൊല്ലണം. കേട്ടിട്ടില്ലേ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ മരണമാസന്നമായ സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ശിഷ്യന്മാരും മറ്റുമൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. മഹാനവർകൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഫവുജിദ തഹത റഅസിഹി റുഖഅതൻ മക്തൂബുൻ ഫീഹാ, ഒരു കടലാസ് കാണുന്നു തലയിണയുടെ ചുവട്ടില്. ആ കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാദിഹി ബറാഅത്തും മിനന്നാരി ലിഖല്ലാദ് ഇബ്നു കസീർ. ഒരു കടലാസ് കാണാൻ തലയണന്റെ ചോട്ടിൽ. അതിൽ എഴുതിയിരിക്കുന്നത് ഇത് ഈ മരിച്ചു കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന് നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പത്രാണ്. അപ്പൊ എന്തിനാണ് ഈ മോചനം കിട്ടിയത് എന്ന് ഈ എഴുത്തിൽ എഴുതിയിട്ടില്ല. ഇതിലത്രേ ഉള്ളൂ ഹാദിഹി ബറാഅത്തും മിനന്നാർ ഖല്ലാദ് ഇബ്നു കസീർ. ഈ കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീർ എന്ന് പറയുന്ന മഹാന് നരകത്തിൽ നിന്ന് മോചനമാണിത് എന്നൊരു കുറിപ്പാണ്. അപ്പൊ വന്ന ആളുകൾ കുടുംബക്കാരോട് ചോദിച്ചു, എന്താണ് ഈ കിടക്കുന്ന മഹാൻ ധാരാളമായി ചെയ്യുന്ന അമലെന്താണ്? അപ്പൊ കുടുംബം പറഞ്ഞു, കാന യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവർകൾ നബി സല്ലല്ലാഹു ആണ് കൂടുതൽ ചെയ്യുന്ന അമൽ എന്ന് ചോദിച്ചപ്പോ കുടുംബം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലും. നമ്മൾ സമയം കൂട്ടി നോക്കിയാൽ സഹോദരങ്ങളെ ചുരുങ്ങിയ സമയം മതി. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഒരു പതിവുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറയും. എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ഉണർന്നിരിക്കുന്നവരാണെങ്കിലും വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ഓർക്കാ ചിലർക്ക്, ഒരു സുന്നത്തുള്ള പോലെ. എല്ലാ ദിവസവും ഖൈലൂലത്ത് ഉറങ്ങുന്ന സ്വഹാബിമാര് ഖൈലൂലത്ത് ഉറങ്ങാത്ത ദിവസമാണ് വെള്ളിയാഴ്ച. ഖൈലൂലത്ത് എന്ന് പറഞ്ഞൊരു ഉറക്കം സുന്നത്തുണ്ടല്ലോ. സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഉറക്കം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ എളുപ്പം കിട്ടും. ഫുള്ളായിട്ട് ഉറങ്ങണമെന്നില്ല, ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോ സമയം പോലെ ഉറങ്ങാം. ഇനി വേറെ പണിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റോട്ടെ. അദ്കാറുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ, ളുഹാ നിസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് ഖൈലൂലത്ത് ഉറങ്ങിക്കോ. ലിസ്സുഹാദിലി ത്വാഅത്തിൻ, രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി. എന്നിട്ട് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന സമയമാകുന്നതിന് മുമ്പ് നീ ഉണരണം. സുമ്മന്തബിഹി ഖബില സവാലി തസല്ലുലാ. ഈ ഉറക്കം എന്നും സഹാബിമാർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ഉറങ്ങുന്ന പതിവുണ്ട്. സുന്നത്തായ ഉറക്കമാണത് സഹോദരങ്ങളെ. പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെ ഉറങ്ങാറില്ല. ആ ഒരു ഉറക്കം എന്ന സുന്നത്ത് അവർ വെള്ളിയാഴ്ച ഖളാ വീട്ടുന്നത് ജുമുഅക്ക് ശേഷമാണ്. ചില ആൾക്കാരിന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ തന്നെ സുബഹിയൊക്കെ നിസ്കരിച്ച് നേരെ പുരയിലെത്തി കട്ടൻ ചായ കുടിച്ച് പത്രം വായിച്ച് പിന്നെ ഒരു ഉറക്കാണ്. കൂട്ടാനാകണേ വരെ, കഞ്ഞിയും കൂട്ടാനാകണേ വരെ ഒരു ഉറക്കം. പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞിയും കൂട്ടാനൊക്കെ ഭദ്രമായി കുളിച്ച് വൃത്തിയായി ബാക്കിയുള്ള ഉറക്കം നല്ല സുന്ദരമായി AC ഒക്കെ കൊള്ളാൻ പറ്റിയ ഏതെങ്കിലും പള്ളിയിലൊക്കെ വന്നാൽ ഖത്തീബ് ഉസ്താദിനൊന്നും ശല്യപ്പെടുത്താതെ ഉസ്താദ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അൽഹംദുലില്ലാ ഞങ്ങൾക്കും അൽഹംദുലില്ലാണ് എല്ലാവരും ഉറക്കവും. 40 ആള് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾപ്പിക്കാന്ന് തോന്നില്ല. 40 ആള് കേൾക്കണല്ലോ സത്യത്തിൽ. ഇത് ഖുതുബ സ്വഹിയാണെങ്കിൽ എങ്ങനെ അവരെ കാതിലേക്ക് കേൾപ്പിക്കണമെങ്കിൽ ഉണർന്നിരിക്കേണ്ട ആൾക്കാർ. പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിപ്പോന്നു ഖുതുബ പോകുന്ന ആൾക്കാരോട്, ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കി. മുന്നിലേക്ക് അവരിങ്ങനെ നോക്കുമ്പോൾ അടച്ചോനെ 40 ഇല്ലേ, ഇതിപ്പോ നമ്മള് ചുമയും പോകുമോ? 40 എണ്ണം ചെവിൻ തുറന്നത് കേൾക്കുന്നില്ലേ? ഒരു കൂട്ടർ ഒന്നാമത്തെ സഫീർ അൽഹംദുലില്ലാ എന്ന് കേട്ട് അടുത്ത സഫീർ ബാക്കിയുള്ള ഫർളും പിറ്റേ സഫീർ ബാക്കിയുള്ള ഫർളും മതിയോ? അങ്ങനെയാണെങ്കിൽ സുഖാണ്. അൽഹംദുലില്ലാ എന്നുള്ള ഫർളും 1-ാം സഫീർ കേട്ട്, പിന്നെ അടുത്ത സ്വലാത്താണ് അടുത്ത ഫർള്, അത് 2-ാം സഫീറും കേട്ട്, മറ്റേ സഫീർ കഴിഞ്ഞു, ഓരോ വിശ്രമം കഴിഞ്ഞു, പിന്നെ അടുത്ത സഫീർ. ഇങ്ങനെ തക്കുകൊണ്ടുള്ള വസിയത്ത് അടുത്ത സഫീർ ആയാലും 4ഉം കേൾക്കാൻ, ഈ 6 റുക്നുകളും കേൾക്കാൻ ആളെ കിട്ടൂലേ? വലിയ ബുദ്ധിമുട്ടാ സംഗതി. നമ്മൾ നല്ല ഉണർവ് വേണം അവിടെ. വെള്ളിയാഴ്ച ഉറങ്ങേണ്ട നേരമല്ല ജുമുഅന്റെ മുമ്പ്. സ്വലാത്തെല്ലണം. 1000 സ്വലാത്തെല്ലിയിട്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്? 1000 സ്വലാത്തെല്ലിയിട്ട് എത്ര മഹത്തമാ കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം മരിച്ചു കഴിഞ്ഞ് ജനാസ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ റിസൾട്ട് വന്നു.
വഫാത്തായി കിടക്കുന്ന ഈ മഹാനുഭാവന്റെ തലയിണയുടെ അടിയിലാണ് എഴുത്ത് കാണുന്നത്. ആരാ എഴുതി വെച്ചത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്വമല്ലേ ആ കിട്ടിയത്. എത്രയോ ആളുകൾക്ക് അങ്ങനെ മഹത്വം കിട്ടിയിട്ടുണ്ട്. ബറാഅത്തും മിനന്നാർ, ദുനിയാവിൽ നിന്ന് തന്നെ മോചനത്തിന്റെ റിസൾട്ട് കത്ത് കിട്ടിയിട്ടുണ്ട്. ആഖിറത്തിൽ രക്ഷപ്പെട്ടു എന്നതിന്റെ അടയാളം ഇവിടെ കിട്ടാനുള്ള കാരണം വെള്ളിയാഴ്ച പതിവാക്കിയ 1000 സ്വലാത്താൻ. അതുകൊണ്ട് ഒറ്റ വെള്ളിയാഴ്ചയും കുറവില്ലാതെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. 9ാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, എല്ലാ ഖുതുബകളിലും ആ സ്വലാത്ത് വേണം. സ്വലാത്തില്ലാതെ ഒരു ഖുതുബയും നടത്തപ്പെടാറില്ലല്ലോ. വെള്ളിയാഴ്ച ഖുതുബയാകട്ടെ, പെരുന്നാളിന്റെ ഖുതുബയാകട്ടെ, ഗ്രഹണ നിസ്കാരത്തിന്റെ ഖുതുബയാകട്ടെ, നിക്കാഹിന്റെ ഖുതുബയാകട്ടെ, എല്ലാ ഖുതുബകളിലും ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്ത ഖുതുബ ഫഹിയ കൽയദിൽ ജദ്മാ, കുഷ്ഠം ബാധിച്ച കൈ പോലെയാണ്, അതിൽ ബറക്കത്തില്ല. സ്വലാത്ത് ചൊല്ലണം.